ജലജ വന്നിട്ട് രാത്രിയില് അബിയോട് പറയുന്നുണ്ട്, നീ ഇവിടെ ലാപ്ടോപ്പിലും കുത്തി ഫോണിലും കുത്തി കറങ്ങി അടിച്ച് നടന്നോടാ, ഉള്ളതല്ലാവേ അല്ല പെമ്പിള്ളാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്ക. എന്താ അമ്മേ ഇപ്പൊ എന്താ പ്രശ്നം? മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെന്തെങ്കിലും അവക്കൊണ്ട് കൊടുത്തോ? അതല്ലടാ, ആ ആദർശാണെങ്കിലേ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കൊടുത്തിരുന്നില്ലേ? ആ വീട് നീ കണ്ടോ? പിന്നെ വലിയ വീടാമേ, നല്ല വില വരും. പണ്ടത്തെ എങ്ങാട് തറവാട് വീടാ, അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഇപ്പൊ ഭയങ്കര റേറ്റാ. ആ എങ്കിലേ കേട്ടോ, ആ വീടും സ്ഥലവുമേ നയനയുടെ പേർക്ക് മുത്തശ്ശൻ മേടിച്ചു കൊടുക്കാൻ പോവാണെന്ന്. എന്താ മുത്തശ്ശനോ? അതേടാ, ദേവയാന ചേച്ചിയോട് നേരിട്ട് പോയിട്ട് അച്ഛനും അമ്മയും പറഞ്ഞ കാര്യം ഇതൊക്കെ. അതെന്താമേ, ഇവർക്ക് വല്ല വട്ടുകൊണ്ടോ? അവക്ക് 100 പൗണ്ട് സ്വർണം കൊടുക്കുന്നു, സ്ഥലവും വീട് മേടിച്ചു കൊടുക്കുന്നു. എന്താ ഇവർക്ക് സംഭവിച്ചേ? അതാണോ എനിക്ക് മനസ്സിലാവാത്ത. ഇനി ചേച്ചിക്ക് കറള് കൊടുത്താലും അവളും വല്ല ആണോ? അപ്പോഴേക്കും അവ പറയുന്നുണ്ട്, അതിന് ചാൻസ് ഒന്നും ഇല്ല. കാരണം അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണെന്നല്ലേ ആദിശേട്ടൻ പറഞ്ഞത്. പിന്നെ എങ്ങനെ സാധിക്കും? എന്താണോ എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്ര പെട്ടെന്ന് എല്ലാവർക്കും എങ്ങനെ അവളോട് ഇത്രയ്ക്കും സ്നേഹം പൊട്ടിമുളച്ചേ? അഭി പറയാണ്, അത് പിന്നെ അവർക്കൊക്കെ സ്നേഹം അല്ലായിരുന്നോ? പിന്നെ ഇപ്പം ഇച്ചിരി കൂടിക്കാണും. അത് വേറൊന്നും കൊണ്ടല്ലമ്മേ, ഇപ്പൊ അവൾ അവിടെ പോയി നിൽക്കുകയാണല്ലോ. ദേവയാനി വല്യമ്മയാണെങ്കില് അവളെ ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കരുത്, കാണാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കല്ലേ. പലതവണ അവള് പുറത്തേക്ക് ഇറങ്ങി പോയപ്പോഴും അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോയപ്പോഴും അവിടെ പോയി കൊണ്ടുവന്നവരല്ലേ ഈ മുത്തശ്ശിയും മുത്തശ്ശനും ഒക്കെ. അതുകൊണ്ടാ അവർക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യ. അതേ ഉള്ളു കാരണം. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊച്ചുമോൻ ആദർശാണല്ലോ. അവന്റെ ഭാര്യ എന്ന് പറയുമ്പോഴേ അവർക്കും അതുപോലെ വിലപ്പെട്ടതാ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നേ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അബി ജലജോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശാണെങ്കിൽ അതിലെ ക്രോസ് ചെയ്ത് പോവായിരിക്കും. ഈ സമയത്ത് ഇവരിങ്ങനെ സംസാരിക്കുന്ന കണ്ടിട്ട് ഇവരുടെ സംസാരിക്കുന്ന അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും അബി പറയാണ്, എന്റെ പൊന്നമ്മേ, അന്ന് ആ പാലിലെ അനാമിക ആ വിഷം കലർത്തിയപ്പോളേ അത് എന്റെ ഭാര്യ കുടിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വലിയൊരു തലവേദന ഒഴിഞ്ഞു കിട്ടിയേനെ എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആദർശ് എന്നിട്ട് കഥയുടെ പിന്നിലേക്ക് മാറി നിൽക്കുകയാണ്. അബി പറയുന്നുണ്ട്, എങ്കിലും എന്റെ പൊന്നമ്മേ, നമ്മൾ ഇത്രനാളും ഇവിടെ എന്തൊക്കെ തലകിടപ്പുറയുടെ കാണിച്ചിട്ടുണ്ട്. ആ നബി ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ അടവുകൾ പ്രയോഗിച്ചതാ. എന്തെങ്കിലും നടന്നോ? അനാമിക അമ്മയാണെങ്കിലോ ഒന്നും അറിയാതെ, ആരും ഒന്നും അറിയിക്കാതെ എന്ത് സ്മൂത്ത് ആയിട്ടാ എത്രയും കാര്യങ്ങളൊക്കെ അവർ നേടിയെടുത്തത്. ഒന്നും അറിയാത്തതുപോലെ വിഷവും പാലി കളുത്തിയിട്ട് രണ്ടെണ്ണം മാറിപ്പ് നിന്ന് അമ്മ കണ്ടല്ലേ. അന്ന് എന്റെ ഭാര്യ എന്ന് പറഞ്ഞ അവളെയും അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അവളമാർ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടോ ഒന്നും നടന്നില്ല. പണി കിട്ടിയത് ആരൊക്കെ? നമ്മുടെ വല്യമ്മയ്ക്ക്. അപ്പോഴേക്കും ജലജ പറയാണ്, എടാ എന്തായാലും നിന്റെ ഭാര്യയെ കൊച്ചും പോയില്ല. ഇവളെ കുറച്ചു കാലം കിടക്കുന്നോണ്ടേ നല്ലതാ. എന്നെ അതുപോലിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ ദേവയാനി. അതുകൊണ്ട് അവള് കുറച്ച് അനുഭവിക്കട്ടെ. പിന്നെ ഇപ്പറഞ്ഞ അനാമികയും അവളുടെ അമ്മയും അധികകാലമൊന്നും ഇവിടെ നിന്ന് പോവില്ലണ. എത്രയും പെട്ടെന്ന് അവരെ മുത്തശ്ശൻ ചവിട്ടി പുറത്താക്കിക്കോളും. അതോടുകൂടി അവളുടെ ചാപ്റ്റർ ക്ലോസ്. പിന്നുള്ളത് നവിയ നയനെയും അവളുമാരെ ഇറക്കാനേ കുറച്ച് പാടാ. രണ്ടിനെയും തലയിലെ കാഞ്ഞ ബുദ്ധിയ. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവളെല്ലാം കണ്ടുപിടിക്കും. പിന്നെ അവൾക്ക് എന്തോ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താമ്മേ അങ്ങനെ പറയുന്നേ? നിന്ന് ആലോചിച്ച് നോക്കി. അന്ന് അമ്പലത്തിൽ വെച്ച് ശൂലം നിറയ്ക്കാൻ പോയതല്ലോടെ വയറില്. അന്ന് ദേവയാനിയാ അവളെ രക്ഷപ്പെടുത്തിയത്. ഇന്നും ഒന്ന് ആലോചിച്ച് നോക്കി. അവള് കുടിക്കാൻ പോയ പാല ദേവയാനി കുടിച്ചത്. ആ സമയത്തും അവള് രക്ഷപ്പെട്ടു. അന്ന് ഹോട്ടലിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയ ആ കേസിലും അതിലും അവള് രക്ഷപ്പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങളാ. അതുപോലെ അന്ന് ആ കോണിപ്പടിയുടെ മുകളില് ആ എണ്ണ ഒഴിച്ചിട്ട് നീ ഞാനും വീണ് ഓർക്കുന്നുണ്ടോ? ആ അതേമേ, അതാരായിരിക്കും ഒഴിച്ചേ? എടാ അത് വേറെ ആരുമല്ല, അനാമികയാ. അനാമികയോ? അതേടാ, അതിന് തൊട്ട് മുമ്പായിട്ടെ അനാമികയും നവിയുമായിട്ട് നല്ലൊരു ഉടക്കുണ്ടായത്. ഫുഡിന്റെ കാര്യം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വെച്ച ഫുഡ് അനാമിക കഴിക്കാൻ പോയപ്പോ അത് നവി സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടിപിടിയും ഉണ്ടായി. കുറച്ചു സമയത്തേക്ക് അനാമികനെ കാണാനില്ലായിരുന്നു. അനാമിക തിരികെ വന്ന് ഫുഡ് കഴിക്കാനിരുന്ന് നവി തിരിച്ച് കയറി പോകാൻ നേരമാണ് നീ ഞാനും ഒക്കെ വീണത്. ആ ഒരു സമയത്ത് നവി പറഞ്ഞിരുന്നു, ഇവിടെ ഒഴിച്ചു താരാന്നൊക്കെ അവൾക്കറിയാന്ന്. അതിനർത്ഥം അത് ചെയ്തത് അനാമിക തന്നെയാ. അവളുടെ മുഖത്ത് ആ സമയത്ത് ഒരു പേടിയും പരിഭ്രമവും ഒക്കെ ഞാന് കണ്ടതാ. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി, അനാമിക അതൊക്കെ ചെയ്തെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളെക്കാട്ടിലൊന്നും അല്ല, അതിലും പക്ക 100 ഇരട്ടി ഫ്രോഡാ ഈ പറഞ്ഞ അനാമികയും അവളുടെ അമ്മയും വീട്ടുകാരും ഒക്കെ. ഇപ്പൊ അത് സ്വത്ത് മുതലൊന്നും അവക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ നോക്കി, അവളിടുന്ന സാരിയും ഓർമ്മീസും ഒക്കെ കണ്ടില്ലേ, എല്ലാം വില കുറഞ്ഞതാ. അതേമ്മ ഞാൻ ശ്രദ്ധിച്ചു. നല്ലൊരു സാരി പോലും ആ കൊച്ചു ഉടുക്കാറില്ലല്ലോ.
ആ അതാണ് ഞാൻ പറഞ്ഞത്, അവളൊക്കെ ഭയങ്കര പാവപ്പെട്ട വീട്ടിലാണെന്നാ കണ്ടിട്ട് തോന്നുന്നത്. എല്ലാം വെറുതെ പൊങ്ങച്ചും കാണിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ വീടും ബിസിനസ്സൊക്കെയോ? എടാ അതൊക്കെ ഉണ്ടാക്കി പറഞ്ഞാണോ വലിയ പാട്? നിന്റെ ഭാര്യയൊക്കെ എങ്ങനായിരുന്നു? വലിയൊരു വീടൊക്കെ കാണിച്ച് നമ്മളെ പറ്റിച്ചവരല്ലേ? അതുപോലെ തന്നെ ആയിരിക്കും ഇവളും എന്ന് പറയുന്നുണ്ട്. എന്തായാലും അമ്മേ, നമുക്ക് ഡീപ്പായിട്ടൊരു അന്വേഷണം നടത്തിയേ പറ്റുള്ളൂ. നയന എന്തിനാ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതെന്ന് ആദ്യം അറിയണം. പിന്നെ അനാമികയുടെ ബാക്ക്ഗ്രൗണ്ടും അതും ഒന്ന് അറിഞ്ഞു വെക്കാൻ നല്ലതാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ജലജ പറയാണ്, എന്ത് ചെയ്യാനാടാ, നിന്റെ ഭാര്യയുടെ നേരെ ഒരു ചെറുവിരല് പോലും അലക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവൾ ആ വീഡിയോയും കൈപ്പിടിച്ചിട്ട് നിൽക്കല്ലേ. അതെങ്ങാണ് അച്ഛനമ്മയും കാണിച്ചാലേ തീർന്നു. കർണത്തിട്ട് അടിയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ജലജ പറയുന്നുണ്ട്. അബി പറയാണ്, അങ്ങനെയൊന്നും നമ്മളെയൊന്നും ഇവിടുന്ന് ആരും ഇറക്കിയിടാൻ പോകുന്നില്ലമ്മേ. അവിടെ വയറ്റുള്ള ആ നരന്തിനെ അതിനെ ഞാൻ കൊന്നുകളയും. പിന്നെ അവൾ എങ്ങനെ എന്റെ പിന്നാലെ വരുന്നു എനിക്കറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയാണ്, എടാ എന്തായാലും ആ നയനെന്ന് പറഞ്ഞവളെ ഭയങ്കര ഈശ്വരഭക്തിയാ. അതുകൊണ്ടായിരിക്കും ഈശ്വരൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ചേറി കിടന്ന് അവൾക്ക് ഇത്രയും വലിയൊരു ജീവിതം കിട്ടുന്നേ? അവളെ ഇഷ്ടമില്ലാതിരുന്ന അവളുടെ ഭർത്താവും വീട്ടുകാരും എല്ലാം ഇപ്പൊ അവളെ സ്നേഹിച്ചില്ലേ? അതുപോലെ എത്രയെത്ര കാര്യങ്ങളാ. അവളുടെ കഴിവുകൾ കണ്ടിട്ടുണ്ടോ? അവളുടെ ചേച്ചിനെയൊക്കെ അവൾ എത്ര കാര്യമായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് ഓരോ കേസിൽ നിന്നും. അതാ ഞാൻ പറഞ്ഞത്, അവൾക്ക് എന്തോ ഈശ്വരാനുഗ്രഹം ഉണ്ട്. അവളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നവിയും അവളുടെ കുഞ്ഞും ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ പോകേണ്ടതാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. ജലജ പറയുന്നുണ്ട്, എന്തായാലും ദേവയാനി ഇങ്ങോട്ടേക്ക് വന്നു. ഇനി ഉടനെ നയനയും വരുമായിരിക്കും. രണ്ടിനും തമ്മിൽ തെറ്റിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. അത് മാത്രമല്ല ഈ അനാമികനെ ഇവിടുന്ന് പുറത്താക്കാനായിട്ട് അതിന് മാക്സിമം പരിശ്രമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു പോവാണ്. ഈ സമയത്ത് ആദർശ് ഓർക്കാണ്, എന്റെ ഈശ്വര, ഈ ഒരു കുടുംബം ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ഛനും അനിയും അനിയുടെ അച്ഛനും മുത്തശ്ശനും ഒക്കെ എന്തുമാത്രം പാടുപെടുന്നുണ്ട്, എന്തുമാത്രം സഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാ അപ്പച്ചിയും മോനും ഇങ്ങനത്തെ പണിയൊക്കെ കാണിക്കുന്നത്. ഇവർക്ക് ഇതിനൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് ആദർശ് ഓർക്കുന്നുണ്ട്, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയിക്കണം, എന്നിട്ട് രണ്ടെണ്ണത്തിനെയും അടിച്ചു പുറത്താക്കണം എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് പിറ്റേ ദിവസം ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞെന്നൊക്കെ ഓർത്തിങ്ങനെ ഹാളിലിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാവാതെ ആദർശ് ആകെപ്പാടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട്. അനാമിക വന്നിട്ട് പറയാണ്, അല്ല അമ്മായിക്കുള്ള വെല്ലുമ്മയ്ക്കുള്ള ജ്യൂസ് ആയില്ലേ എന്ന് ജാനകിയോട് ചോദിക്കുമ്പോൾ ആയി മോളെ, ഞാൻ ഇപ്പൊ തരാമെന്ന് പറയുന്നുണ്ട്. ജാനകി പറയാണ്, ഓ എന്റെ നടുവൊക്കെ ഒഴിഞ്ഞു. അല്ല ആദർശ്, നിന്റെ ഭാര്യനെ അവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശം? ആദർശ് പറയാണ്, അതേ ചെറിയമ്മേ, തൽക്കാലം അവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശം. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്ക്, ഇവിടുത്തെ പണിയൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് വയ്യ. ആദർശ് പറയാണ്, ഇത്രയും കാലം അവൾ ഒറ്റയ്ക്കിടന്ന് ചെയ്ത പണികളല്ലേ ഇപ്പൊ നിങ്ങൾ 2-3 പേർ ചെയ്തിട്ടും തീരാത്തത്. അപ്പ ആ പാവം എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. ഇനി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താനേ ഞാനില്ല. അതുകൊണ്ടാ അവൾക്ക് വലിയൊരു വീടൊക്കെ എടുത്തു കൊടുത്തേ ഞാൻ ചെന്ന് കാണുന്നുണ്ട്. ഇനി എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വന്ന് ആരും അടിവപ്പടിയൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയാണ്, അതല്ല ഇനി അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളെ കൊണ്ടുവരും. ഒരു രാജകുമാരിയെ പോലെ ഇവളോട് ഇരിക്കത്തെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അടുക്കളപ്പടിയൊന്നും ചെയ്യാൻ